ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിമ്പിൾസ്, എക്സസീവായിട്ടുള്ള ഓയിൽസ്, ഇമ്പ്യൂരിറ്റീസ് ഇതൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിനെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പീൽ ഓഫ് മാസ്ക് ആണ്. ഒട്ടും തന്നെ താമസിക്കാതെ ഈ പീൽ ഓഫ് മാസ്ക് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായി നമ്മുടെ ചാനലും വീഡിയോയും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്കിൻ വൈറ്റനിങ് പീൽ ഓഫ് മാസ്ക് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ആവശ്യമുള്ളത് ജെലറ്റിൻ പൗഡറാണ്. 1 സ്പൂൺ ജെലറ്റിൻ പൗഡറാണ് നമ്മളൊരു ബൗളിലേക്ക് എടുക്കുന്നത്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മിൽക്കാണ്. ഞാനിവിടെ ബോയിൽ ചെയ്ത മിൽക്കാണ് എടുത്തിരിക്കുന്നത്. റോ മിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്കൊരു 3 സ്പൂണോളം മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുതിർന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണിയാണ്. 1 സ്പൂൺ ഹണി കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹണി നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വളരെയധികം സഹായിക്കും. നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന മിൽക്ക് ആയിക്കോട്ടെ, ഹണി ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ജെലാറ്റിലും ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് നല്ലതുപോലെ ബോയിൽ ചെയ്ത വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഈ ജെലാറ്റിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗൾ ഇറക്കി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബോയിൽഡ് വാട്ടർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിലിൻ്റെ ബൗൾ ഇറക്കി വെക്കാൻ പാകത്തിനുള്ള പാത്രത്തിൽ വേണം നമ്മൾ ബോയിൽഡ് വാട്ടർ എടുക്കാൻ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഈ ജെലാറ്റിനിലെ തരിതരി ഒട്ടും തന്നെ ഇല്ലാതെ മെൽറ്റ് ആകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ജെലാറ്റിൽ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോയിൽഡ് വാട്ടറിൽ നിന്നും മാറ്റി വെക്കാം. പിന്നീട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്രയും തണുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മാസ്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ആവി പിടിക്കുക. അതല്ലെങ്കിൽ വാം വാട്ടറിൽ ഒരു കോട്ടൺ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഫേസിലുള്ള പോർസൊക്കെ ഓപ്പൺ ആകുകയും ഇതിനുശേഷം നമ്മൾ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് പീൽ ഓഫ് ചെയ്യുമ്പോൾ ഈസിലി ആയിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആകാൻ സഹായിക്കും. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ലെവലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. നമ്മുടെ കൈ യൂസ് ചെയ്തോ അതല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തോ ഇത് നമ്മുടെ ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്കിത് നല്ലതുപോലെ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ടവലിൻ്റെ സൈഡിൽ ഡ്രൈ ആകാനായിട്ട് കൂടുതൽ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം പീൽ ഔട്ട് ചെയ്യുക. പീൽ ഓഫ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഫേസിലുള്ള ഹെയറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പീൽ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള സ്മോൾ ഹെയർ, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ ഈസിലി ആയിട്ട് റിമൂവ് ആകാൻ സഹായിക്കും. ഈ രീതിയിൽ പീൽ ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് പെയിൻഫുൾ ആയിരിക്കും, എന്നിരുന്നാലും ഇതാണ് കറക്റ്റ് വേ. അതുപോലെ തന്നെ ഈ മാസ്ക് നമ്മുടെ ഐബ്രോസിലോ ഐലാഷസിലോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പീൽ ഓഫ് ചെയ്യരുത്. കാരണം നമ്മുടെ ഐബ്രോസും ഐലാഷസും ഒക്കെ റിമൂവ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വാഷ് ചെയ്ത് കളയുക. ഈ ഒരു രീതിയിൽ മാസ്ക് ഫുള്ളായിട്ട് പീൽ
ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.